എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ വിജ്ഞാപനം എത്തിക്കഴിഞ്ഞ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെ സംബന്ധിച്ച് മാസ്റ്റർ കെ അക്കാദമിയുടെ ഓപ്പറേഷൻ കാക്കി 3.0 ഓപ്പറേഷൻ കാക്കി അത് സംബന്ധിച്ചൊരു പുതിയൊരു കോഴ്സ് മാസ്റ്റർ കെ അക്കാദമി ആരംഭിക്കുകയാണ്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ വിജ്ഞാപനം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം എല്ലാ വർഷങ്ങളിലും വിജ്ഞാപനം വരുന്നുണ്ട്, അപ്പോൾ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണയും വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ നമ്മുടെ കേരള പോലീസിൻ്റെ ഭാഗമാക്കി നമ്മുടെ ഓപ്പറേഷൻ കാക്കി എന്ന കോഴ്സ് നമ്മൾ ഉടൻ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പം അതും വിജ്ഞാപനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വിജ്ഞാപനം നോക്കാം. ഓക്കെ, ഗസറ്റ് ഡേറ്റ് 29/12/2023 ഗസറ്റ് ഡേറ്റ് എന്നാ നോക്കിയേ, 29/12/2023 ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നോക്കി 31/1/2024 കഴിഞ്ഞു. 31/1/2024 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടവരെല്ലാം അപ്ലൈ ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാറ്റഗറി നമ്പർ നോക്കിയേ 593/2023 593/2023 593ാമത് വിജ്ഞാപനമായിട്ടാണ് ഏത് വന്നിരിക്കുന്നത്, സിവിൽ പോലീസ് ഓഫീസറിന്റെ വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് ആണ് ഡിപ്പാർട്ട്മെന്റ്. നെയിം ഓഫ് ദ പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആർമഡ് പോലീസ് ബറ്റാലിയൻ. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത്. Note: women candidates and differently abled candidates are not eligible to apply in response to the notification. അപ്പോൾ വുമൺ കാൻഡിഡേറ്റ്സും വൈകല്യങ്ങളുള്ള ഡിഫറൻ്റ്ലി എബിൾഡ് കാൻഡിഡേറ്റ്സും ഈ ഒരു നോട്ടിഫിക്കേഷന് എലിജിബിൾ അല്ല, അപ്ലൈ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. സ്കെയിൽ ഓഫ് ദ പേ നോക്കി 31,100 to 66,800 ബേസിക് പേ വരുന്നത്. സ്കെയിൽ ഓഫ് പേ നോക്കി 31,100 to 66,800 എന്ത് വരുന്നത്, സ്കെയിൽ ഓഫ് പേ വരുന്നത്. പിന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് എല്ലായിടത്തും വേക്കൻസി ഉണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇതിനൊന്നും സ്ഥിരമായിട്ടൊരു ഫിഗർ കൊടുക്കാറില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. എല്ലാ പോലീസിൻ്റെ എല്ലാ ഡിവിഷനുകളിലും ഒഴിവുകളുണ്ട്. അപ്പോൾ നോക്കാം ഏതൊക്കെ ഡിവിഷൻസ് ആണെന്ന് നോക്കി. നെയിം ഓഫ് ദ ബറ്റാലിയൻ SAP എവിടെയാ, തിരുവനന്തപുരം റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. തിരുവനന്തപുരം സിറ്റി ആൻഡ് റൂറൽ പോലീസ് ഡിസ്ട്രിക്റ്റ് ആണ് SAP. അപ്പോൾ അവിടെ ഒഴിവുണ്ട്, വേക്കൻസികളുണ്ട്. KP3 കൊല്ലം, ആലപ്പുഴ ആൻഡ് പത്തനംതിട്ട റവന്യൂ ഡിസ്ട്രിക്ട്സ് ആണ് വരുന്നത്. KP3 വരുന്നത്. KP5 എവിടെയാ, കോട്ടയം ആൻഡ് ഇടുക്കി റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ് KP5. KP1 എവിടെയാ, എറണാകുളം റവന്യൂ ഡിസ്ട്രിക്ട്. കൊച്ചി സിറ്റി ആൻഡ് എറണാകുളം റൂറൽ പോലീസ് ഡിസ്ട്രിക്റ്റ് ആണ് KP1. KP2 തൃശ്ശൂർ ആൻഡ് പാലക്കാട് റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ് KP2. പിന്നെ വരുന്നത് ഏതാ, MSP ആണ്, മലബാർ സ്പെഷ്യൽ പോലീസ് ആണ്. മലപ്പുറം, കോഴിക്കോട് റവന്യൂ ഡിസ്ട്രിക്റ്റുകളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്, MSPയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഏഴാമത് നോക്കി KP4 ഏതാ നോക്കി, കണ്ണൂർ, വയനാട് ആൻഡ് കാസർഗോഡ് റവന്യൂ ഡിസ്ട്രിക്റ്റുകളാണ് ഇതിന്റെ കീഴിൽ വരുന്നത്, KP4 കീഴിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലേക്ക്, ഈ 7 ഡിവിഷനുകളിലേക്കും ഒഴിവുകളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമുക്കറിയാം, ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ്. എഴുത്ത് പരീക്ഷയുണ്ട്, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റുകളുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് എന്ത് വരുന്നത്, റാങ്ക് പട്ടിക വരുന്നത് നമുക്കറിയാം. അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്താണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നോക്കി 18 to 26 ആണ് ഏജ് ലിമിറ്റ്. ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്, 18 മുതൽ 26 വയസ്സ് വരെ. അപ്പോൾ OBC SC ST കാൻഡിഡേറ്റ്സിനൊക്കെ എന്തുണ്ട്, നിയമാനുസൃതമായ വയസ്സിളവുണ്ട്. അപ്പോൾ 29 വയസ്സ് വരെ OBC-കാർക്കും ഏകദേശം 31 വയസ്സ് വരെ ആർക്കും അപേക്ഷിക്കാം, SC ST കാറ്റഗറിക്കാർക്കും അപേക്ഷിക്കാൻ പറ്റും. ജനറൽ കാറ്റഗറിക്കാർക്ക് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏജ് ലിമിറ്റ് 18 to 26 ആണ്. OBC-കാർക്ക് 29 വരെ അപ്ലൈ ചെയ്യാം. SC ST കാൻഡിഡേറ്റ്സിന് എത്ര വരെ, 31 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിയേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം, പാസ് ഇൻ ഹയർ സെക്കൻഡറി +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൈറ്റ് നോക്കിയേ, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കൂടെ വേണം. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കിയേ, ഹൈറ്റ് മിനിമം 168 സെന്റിമീറ്റർ വേണ്ട. മിനിമം എത്രയാണ് വേണ്ടത്, 168. ചെസ്റ്റ് മിനിമം ഓഫ് 81 സെന്റിമീറ്റർ ആണ് വിത്ത് മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെന്റിമീറ്റർ. 81 സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും വേണം, 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുകയും വേണം. ഓക്കെ, അതുപോലെ തന്നെ ഐസൈറ്റ് വേണം. ഡിസ്റ്റന്റ് വിഷൻ 6/6, അതുപോലെ തന്നെ നിയർ വിഷൻ 0.5, ലെഫ്റ്റ് ഐയും
റൈറ്റ് ഐയും പറയുന്നുണ്ട് ഒരേപോലെ, അത് രണ്ടിനും ഒരേപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഐസൈറ്റ് പറയുന്നുണ്ട്, അത് അതിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ നമുക്ക് അതിനുശേഷം പരീക്ഷയ്ക്ക് ശേഷം എന്തുണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റിന് 8 ഐറ്റം ഉണ്ട്. 8 ഐറ്റത്തിൽ 5 എണ്ണം ക്വാളിഫൈഡ് ആവണം. മസ്റ്റ് ക്വാളിഫൈ ഇൻ എനി 5 ഈവൻസ് ഔട്ട് ഓഫ് 8 ഈവൻസ് സ്പെസിഫൈഡ് ബിലോ ഓഫ് ദ നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ഓൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അപ്പം ഈ 8 ഐറ്റംസിൽ 100 മീറ്റർ ഓട്ടം ഉണ്ട്, 14 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഹൈ ജമ്പ് ഉണ്ട്, 132.20 സെന്റിമീറ്റർ ആണ് ചാടേണ്ടത്. ലോങ് ജമ്പും അതുപോലെയാണ്, 487.20 സെന്റിമീറ്റർ. അപ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുണ്ട്, പുട്ടിംഗ് ദ ഷോട്ട് 7264 ഗ്രാമുള്ള പുട്ടിംഗ് ദ ഷോട്ട് എത്ര 609.60 സെന്റിമീറ്റർ എറിയണം. ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ എത്ര 6096 സെന്റിമീറ്റർ വേണം എറിയണം. റോപ്പ് ക്ലൈംബിംഗ് എത്രയാണ് 365.80. പുള്ളപ്പ് ഓർ ചിന്നിങ് 8 തവണ എന്താണ് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് വേണം. അതുപോലെ 8ാമത്തെ ഐറ്റം 1500 മീറ്റർ ഓട്ടമാണ്. 1500 മീറ്റർ ഓട്ടമാണ്. 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കണം. 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് 1.5 കിലോമീറ്റർ ഓടണം. 1.5 കിലോമീറ്റർ ഓടണം. അപ്പോൾ എല്ലാത്തിനും സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 ഐറ്റത്തിൽ 5 ഐറ്റം ഫിസിക്കൽ നമ്മൾ പാസ്സായിരിക്കണം. ഓക്കെ, അതിനുശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, റാങ്ക് ലിസ്റ്റ്, മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിനുശേഷമാണ് അഡ്വൈസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മോഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ്. നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ കേരള PSCയുടെ സൈറ്റ് ഉണ്ട്. സൈറ്റിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രൊഫൈൽ ഉണ്ടെന്നറിയാം. ആ പ്രൊഫൈൽ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. 1 ടൈം രജിസ്ട്രേഷൻ, നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. അത് അടിച്ചിട്ട് കയറി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ആ ടൈമിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ കാറ്റഗറി നമ്പർ ഒന്ന് സെർച്ചിൽ കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനിൽ എത്താൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് 31/1/2024 എന്നുള്ളത് കൂടി ഓർക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ വന്നത്, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ വിജ്ഞാപനം എത്തിക്കഴിഞ്ഞു. സിലബസ് നമുക്കറിയാം, 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉള്ള സിലബസ് ആണ് സിവിൽ പോലീസ് ഓഫീസറിന്റെ സിലബസ്. എന്താണ് 20 മാർക്ക് എന്തുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഈ 20 മാർക്കും നേടുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ 20 മാർക്കും നേടാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിത്തരണമെന്ന ഉദ്ദേശത്തോടു കൂടി മാസ്റ്റർ കീ അക്കാഡമി ഓപ്പറേഷൻ കാക്കി 3.0, നമ്മുടെ ഓപ്പറേഷൻ കാക്കി 2 എണ്ണം കഴിഞ്ഞതാണ്. കഴിഞ്ഞ തവണ നമ്മുടെ ഓഫ്ലൈൻ സെന്ററിൽ അടക്കം കഴിഞ്ഞിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ 2-3 ഓഫ്ലൈൻ സെന്ററുകളിലായിട്ട് 1000-ലധികം ഉദ്യോഗാർത്ഥികൾ ഓഫ്ലൈനിലും ഓൺലൈനും ഒക്കെ ആയിട്ട് കേരള പോലീസിന്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ ഏറെ അഭിമാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിവിൽ പോലീസ് ഓഫീസറിന്റെ വിജ്ഞാപനം എത്തിക്കഴിഞ്ഞപ്പോൾ കാക്കി 3.0 നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഫെബ്രുവരി 15-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ കാക്കി 3.0ന്റെ ഓൺലൈൻ ബാച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ബാച്ച് എന്ന് ഫെബ്രുവരി 15 മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. കോഴ്സിൻ്റെ ഫീസ് 799 രൂപ മാത്രമേ ഉള്ളൂ. വെറും 799 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളടക്കം ഒരു ഫുൾ സിലബസ് കവർ ചെയ്ത് നമ്മൾ തീർക്കുന്നതാണ്. റെക്കോർഡ് ക്ലാസ്സുകൾ, നമ്മുടെ സ്പെഷ്യാലിറ്റി നമുക്കറിയാമല്ലോ, എല്ലാ ദിവസവും സ്റ്റഡി പ്ലാൻസ് പ്രകാരമുള്ള എക്സാം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, എല്ലാ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് തന്നിട്ടുള്ള സ്റ്റഡി പ്ലാൻ. ആ സ്റ്റഡി പ്ലാൻ പ്രകാരം എല്ലാ ദിവസവും എന്തുണ്ടാവും, പരീക്ഷകളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടാവും, ലൈവ് സെക്ഷൻസും ഉണ്ടാവും. ലൈവ് സെക്ഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അതും നമുക്ക് റെക്കോർഡ് മോഡിൽ തരും. അതുപോലെ PDF മെറ്റീരിയൽസ്, ഓരോ ടോപ്പിക് അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ PDF നോട്ട്സും അപ്ലോഡ് ചെയ്താൽ പോകുന്നത്, നിങ്ങൾക്ക് അത് പ്രിൻ്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്കുകളടക്കം കവർ ചെയ്തുകൊണ്ടൊരു ഫുൾ സിലബസ് കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 15-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. വെറും 799 രൂപ മാത്രം നൽകിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ പഠനം. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും മാസ്റ്റർ കീ അക്കാഡമി സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മിഷൻ കാക്കിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പറുകളിലും എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അവിടെ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാലും നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സ് പർച്ചേസ് ചെയ്ത് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ കാക്കി 3.0യുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും മാസ്റ്റർ കീ അക്കാഡമി ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.